ഹലോ, എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പച്ചക്കറി തോട്ടം പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ. തോട്ടമൊന്നുമല്ല, ഒരു ചെറിയൊരു സ്പേസ്. അവിടെ ആകെപ്പാടെയുള്ള ഒരു ഒറ്റ റോസാ ചെടിയാണ് ഇത് കേട്ടോ. ഇത് ഞാൻ തൃശ്ശൂർ എക്സിബിഷൻ നടന്ന സമയത്ത് മേടിച്ചുകൊണ്ട് വെച്ചതാണ്. പൂക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തക്കാളിത്തൈയും കറ്റാർ വാഴയും പിന്നെ ഒരു ചെറിയ പുൽച്ചെടിയും പനിക്കൂർക്കയും തുളസിയും പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെയാണ് കേട്ടോ ഞാൻ വച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ സ്പേസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുന്ന ഒരു ചെറിയ സ്പേസ്. അവിടെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ഗ്രോ ബാഗിൽ. അപ്പോൾ ഇത് തക്കാളിയാണ് കേട്ടോ. ഈ തക്കാളി ഏകദേശം 3 മാസം കൊണ്ട് പൊക്കം വയ്ക്കുന്നുണ്ട്. കായിടുന്നില്ല, പൂ നല്ലോണം കായ്ക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അതിൽ എന്നെ വിഷമിപ്പിക്കാത്ത ഒരൊറ്റ സാധനം ദേ ഈ വെണ്ടയാണ്. ഇത് ധാരാളം കായ്ക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ കുറച്ചൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. നാട്ടിൽ ഒത്തിരി സ്പേസ് ഉണ്ട്, അപ്പോൾ അവിടെ കൃഷി ചെയ്യാൻ എനിക്ക് വയ്യ. ഇവിടെ സ്പേസ് കുറഞ്ഞപ്പോൾ കൃഷി ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് എനിക്ക്. അപ്പോൾ ഇത് ഞാൻ വാങ്ങി വെച്ച വഴുതന തൈയാണ്. ഇതും പൂക്കുന്നുണ്ട് കുറേ നാളുകൊണ്ട്, പക്ഷെ കാ പിടിക്കുന്നില്ല. എന്താണെന്ന് അറിയില്ല. അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വെണ്ട മാത്രമാണ് എനിക്ക് കാ പിടിക്കുന്നത്, ബാക്കിയെല്ലാം ഇതുപോലെയൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ തക്കാളി എനിക്ക് തോന്നുന്നു ഒരു 7-8 ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കായിട്ടിട്ടില്ല. എല്ലാം പക്ഷെ നല്ല രീതിയിൽ പൂക്കുന്നുണ്ട്. കുറേ നാളാകുമ്പോൾ പൂ കരിഞ്ഞു പോവും, അല്ലെങ്കിൽ തൊഴിഞ്ഞു പോവും. ഈ വഴുതന അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഈ മുളക് പൂവും പിടിച്ചില്ല, കായും തന്നില്ല, ഇങ്ങനെ പൊങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ നട്ട സാധനമാകുമ്പോഴേ നമുക്ക് നശിപ്പിക്കാൻ ഭയങ്കര വിഷമോ. പിന്നെ ആകെപ്പാട്ടുള്ളൊരു തുളസി കതിരാണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. പിന്നെ ഉള്ളത് ഈ മുളക് കേട്ടോ. ഈ മുളക് കായ്ക്കുന്നുണ്ട്. ഇപ്പം 2-3 ദിവസം കൊണ്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഇതെനിക്ക് കായ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പൂവുണ്ട്. ഞാൻ പിന്നെ സ്യൂഡോമോണസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മുളപ്പിച്ച കത്തിരിയുടെ വിത്താട്ടോ ഇത് ഞാൻ ഓരോ ഗ്രോ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പോക്ക് വെയിലാണ് കൂടുതൽ അടിക്കുന്നത്. ഇനി അതുകൊണ്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെണ്ട പറിച്ചിട്ട് നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ വെണ്ടയ്ക്ക പറിക്കാൻ പോവുകയാണേ. ഇന്നലെ എനിക്ക് 2-3 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെയും കൂടി കട്ട് ചെയ്താൽ നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ബായ്, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.